നമ്മളവിടെ നിന്ന് സർവത്ത് കുടിച്ചു കേട്ടോ. സർവത്ത് കുടിച്ചിട്ട് ഇറങ്ങി. മധുരം ഉണ്ടായിരുന്നില്ല. സെവനപ്പ് മേടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ ആ വെയിലത്ത് ഇനി ആ ബ്രിഡ്ജും കൂടി കിടക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് നമ്മൾ സർവത്താക്കിയതാട്ടോ. ഇതേ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരുമ്പോൾ നമ്മൾ ഇതേ സർവത്ത് കുടിച്ചത് അവിടെ നിന്ന് കേട്ടോ. നമ്മളവിടെ നോക്കിയപ്പോഴേ ഇതിൻ്റെ മുകളിലൊരു വ്യൂ ഉള്ള പോലെ അന്ന് പിന്നെ ഇങ്ങോട്ട് നിന്ന് കയറാന്ന് വെച്ചിട്ട് കയറിയതാ. അവിടെ മൂടി കയറി കുറച്ചേരം ഇരിക്കാട്ടാ. വണ്ടി കൊണ്ടു അവിടെ വെച്ച് പാർക്ക് ചെയ്യാം. ഇതന്നെ ഞാൻ പറഞ്ഞ സ്ഥലം എന്താ, ഈ വെള്ളമാണ് ഇങ്ങനെ പോണത്. ആ പോണ വെള്ളത്തിൻ്റെ വഴി കൂടെ ഞാൻ പറഞ്ഞ ചേട്ടാ ഇവിടെ എന്തോ ആൾക്കാർ വണ്ടി ഇടുന്നുണ്ട്. നമുക്ക് ഇവിടെ എന്താ ഒരു മണിക്കൂറാ വേറെ കാര്യം ഇന്നലെ ഇറങ്ങിയിട്ടില്ല. കാര്യം ആ കടിയോട് കടിയായിരുന്നു. ചേട്ടനെ കുറച്ച് നേരം കിടക്കുന്നുണ്ട്, അതുകൊണ്ട് കിടക്കാണ്. ചേട്ടാ നമ്മള് അവിടെ നിന്ന് വ്യൂസ് കറക്റ്റായിട്ട് ഇനി നമ്മൾ അവർ പോണ റൂട്ടിൽ കൂടെ പോകണം. എന്നിട്ട് ബ്രിഡ്ജ് കിടന്നിട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ. തുമ്പൂർമൊഴി, അതാണ് തുമ്പൂർമൊഴി. ഇപ്പോൾ ഏഴാറ്റുമുഖം. നമ്മൾ തുമ്പൂർമൊഴിയിൽ ബൈക്ക് അവിടെ വെച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് കടന്നത്. ആ പാലം ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഏഴാറ്റുമുഖമായി. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള എൻ്റർടൈൻമെൻറ്റുള്ള എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ. പാർക്ക്, അതുപോലെ കാണാൻ, വെള്ളത്തിലിറങ്ങി എടുക്കുക, വെള്ളത്തിൽ കളിക്കുക. അത് ഫാമിലി ആയിട്ട് വരെ അതുപോലെ ഫ്രണ്ട്സായിട്ട് വരാനും ഒക്കെ നല്ലൊരു ഏരിയയാണ് കേട്ടോ. പിന്നെ അവർ പറയണ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് വെള്ളത്തിലിറങ്ങരുത്, ഇന്ന ഏരിയ വിട്ട് പോകരുത് എന്നുള്ള അറിയിപ്പുകളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അവർ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. നമ്മളെവിടെ വരെ പോകുന്നുണ്ട്, നമ്മുടെ എങ്ങനെയാണ് സുരക്ഷിതത്വത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെയുള്ളവർ. അതുപോലെ തന്നെ അവരുടെ എല്ലാ വർക്കേഴ്സും സൂപ്പറാണ്. നമ്മളടുത്ത് പറഞ്ഞു തരാനും അതേപോലെ എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് വളരെയധികം നല്ലൊരു സേവനം തന്നെയായിരുന്നു. ചേച്ചിമാരായാലും അതെ, എല്ലാ ചേച്ചിമാരും അവരവരുടെ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെയാണ് കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണേ. അപ്പോൾ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനത്തെ നല്ലൊരു അനുഭവം നമുക്ക് ഇന്നത്തെ യാത്രയിൽ കൂടെ മനസ്സിലായി. അങ്ങനെ നമ്മളെ അടിപൊളി യാത്ര ചേട്ടനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാ. ആളൊന്ന് നടു നിർത്തിയിട്ട് ഇരുന്നതാ. പിന്നെ ആൾക്ക് മനസ്സിലായി വെയിൽ ചൂട് കൂടുതലാന്ന്. ഇനി നമ്മള് അതേ നമ്മളെ എണീക്കായിട്ടാ. ഞാനിവിടെ ഇരുന്നൊരു സൈഡില് ഇതാണ് നമ്മൾ വന്ന സ്ഥലം കേട്ടോ. അതൊക്കെ അവിടെ കിടന്ന സ്ഥലമൊക്കെ. അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ല കാറ്റൊക്കെ ഉണ്ട്. അടിപൊളി നല്ല കാറ്റ്. ഇപ്പോഴാണ് നല്ല കാറ്റ് വന്നേട്ടാ. ചേട്ടൻ പറഞ്ഞ ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു, ഏറുമാടം പോലെ ആയി കഴിഞ്ഞാലേ. അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങാം. ആയോ എന്നിട്ടാ നമ്മൾ പടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. സർവത്ത് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. നമുക്ക് സെവനപ്പ് കുടിച്ചാൽ മതിയായിരുന്നു. സെവനപ്പ് ആകുമ്പോൾ വേണ്ട. ഇപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞിട്ട് പോയി മേടിക്കാം. അപ്പൊ നല്ലതാണോ ഇനി മേടിക്കണ്ട. വേറെ ചേച്ചി മതി പോയില്ല.
എവിടെ